എടാ നമ്മൾ 1927 മദ്രാസ് സമ്മേളനമാണ് ഭരണഘടന മൗലികാവകാശങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഈ ബുക്കിൽ ഇപ്പോൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെ ശരിയാവും മച്ചാണ്? നമ്മൾ പഠിച്ച 37 ആ 37-27 നമ്മളിത് പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് നിലനിൽക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത് നമ്മൾ 1927 മദ്രാസ് സമ്മേളനമാണ്. അപ്പോൾ പിന്നെ 37 എന്താ പഠിച്ചത്? ഇതിപ്പോ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? എക്സാം എടുക്കാറായി. എന്തൊരു ബഹളമാണ് അവിടെ. സാർ ഒന്നും പറയണ്ട, 37-27 തമ്മിൽ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1937-27 തമ്മിൽ അടിയോ? അതിനാണ് ഇത്രയും ബഹളം. എന്താ പ്രശ്നം? എന്താ ഇപ്പോ? അതെ സാറേ, മച്ചാൻ പറയുന്നത് 27 ആണ്, ഞാൻ പറയുന്നത് 37 ആണ്. സാർ തന്നെ പറഞ്ഞതിൽ ഏതോ ഒന്ന് ശരി. ഇതിപ്പോ INC കാര്യമാണോ ഈ പറയുന്നത്? എടാ 1927 INC, അതായത് മദ്രാസ് സമ്മേളനം, അതിനകത്ത് ഇന്ത്യയുടെ ഭാവി ഭരണഘടന മൗലിക അവകാശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണമെന്നാ പറയുന്നത്. 1937 നടക്കുന്നത് ഫൈസാപൂര്, അതായത് ഒരു ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ INC സമ്മേളനം. അവിടെ ഇന്ത്യയുടെ ഭാവി ഭരണഘടന എന്ന ആശയം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതാണ്. അതായത് INCയിൽ നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെഷൻസ് പഠിക്കാനുണ്ട്. കൺഫ്യൂഷനാണ്, പക്ഷെ പരീക്ഷയ്ക്ക് വളരെയധികം പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്. സാർ അതല്ല, ഞങ്ങൾ കുറേ ടെസ്റ്റ് സീരീസും പ്രീവിയസ് ഇയർ പേപ്പറും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു സൊല്യൂഷൻ കിട്ടില്ലല്ലോ. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവസാന നിമിഷ പരീക്ഷാ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് വേണം, നല്ല പ്ലാനിങ് വേണം. അതായത് നമ്മളിപ്പോൾ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ എക്സാം ആണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സൈലം PSCയുടെ ഏപ്രിൽ 15 തുടങ്ങുന്ന ടെസ്റ്റ് സീരീസ് ബാച്ചിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അത് വെറും ഒരു ബാച്ച് അല്ല. കാരണം ഇതിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതുന്നതിനോടൊപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഓരോ ചോദ്യത്തിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് പഠിക്കാം, കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ തീരുകയും ചെയ്യാം. വെറുതെ ഇവിടെ കിടന്ന് തർക്കിക്കണോ? മാത്രമല്ല, ഇനി അഥവാ അതിനകത്ത് കൂടുതൽ സംശയങ്ങൾ വന്നാൽ ഇവരുടെ തന്നെ ഈ ടെസ്റ്റ് സീരീസിന് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ടെലഗ്രാം ചാനലും സൈലം കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് സംശയവും തീർക്കാം. വെറുതെ തർക്കിക്കണ്ട, നേരെ പോയി ജോയിൻ ചെയ്തോ. വളരെ ചെറിയ ഫീസേ ഉള്ളൂ. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയല്ലോ. ഓക്കെ.